പേട്രിയോട്ട്. ഇപ്പം ഇതാണ് കേരളത്തിൽ അത്യാവശ്യം നല്ല സംസാര വിഷയം. സോഷ്യൽ മീഡിയയിലാണെങ്കിലും പേട്രിയോട്ട് കണ്ടവരുണ്ടോ, അല്ലെങ്കിൽ എങ്ങനെയുണ്ട് അഭിപ്രായം, കാണണോ, ഇങ്ങനെയൊക്കെയുള്ള അഭിപ്രായങ്ങളാണ്. ഇന്നലെ പേട്രിയോട്ടിന്റെ ദുബായിൽ മമ്മൂട്ടി തിയേറ്ററിൽ വിസിറ്റ് നടത്തിയപ്പം അതിഗംഭീരമായിട്ടൊരു കാര്യം പറഞ്ഞു. കാരണം സാധാരണ നടന്മാരെല്ലാം നമുക്ക് വിജയാഘോഷം എല്ലാവരും പോയി കാണണം, ഗംഭീരമാണ്, ഇങ്ങനെ പറയുന്നതിനെക്കാട്ടിലുപരി അദ്ദേഹം പറഞ്ഞു പല അഭിപ്രായങ്ങൾ ഈ സിനിമയിലുണ്ട്, പല രീതിയിലായിരിക്കും പലർക്കും ഇഷ്ടപ്പെടുന്നത്. എന്തായാലും നിങ്ങൾ പോയി കണ്ടിട്ട് അഭിപ്രായം പറയുക. അല്ല ഒരാളെ നമുക്ക് ഫോഴ്സ് ചെയ്തെത്താൻ പറ്റത്തില്ല. കാരണം ഒരു സിനിമ കാണുന്നത് 100, 200 രൂപ അല്ലെങ്കിൽ 150 രൂപ മുടക്കിയാൽ നമ്മുടെ കാശാ. 100 കോടിക്ക് മുടക്കി പടം എടുത്തെന്ന് പറഞ്ഞാൽ നമ്മൾ പോയി കാണണമെന്ന് നിർബന്ധമൊന്നുമില്ല. അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ ബാക്കിയുള്ളവരുടെ ഒന്നും ആരുടെയും റിവ്യൂ, ഇപ്പൊ നമ്മുടെ ഉൾപ്പെടെ ആരുടെയും റിവ്യൂ ഒന്നും കാണാൻ നിങ്ങൾ പോയി സിനിമ പോയി കാണുക എന്നുള്ളതാണ്. ഇപ്പൊ ഇതിനകത്ത് 2-3 കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ പറയേണ്ടത്. ഇതൊരു ഒരിക്കലും ഒരു മോശം സിനിമയെന്നോ ഒരു കൂതറ സിനിമയോ ഒന്നുമല്ല. ആ സിനിമ പെട്ടിട്ടാണ് ഇതൊരു കൂതറ സിനിമ, മോഹൻലാൽ ചേർന്നുകൊണ്ട് ഇത് വെറും മോശം പടം, അങ്ങനൊന്നും പറയുന്ന ഒരു സിനിമയല്ല. ഗംഭീര സിനിമയാണ്. പലരും പറയുന്നുണ്ട് മോഹൻലാലിന്റെ ക്യാരക്ടർ മോഹൻലാലിനെ മഹേഷ് നാരായൺ തേച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ട് തെറിവിളിയാണ്. മോഹൻലാലിനെ മഹേഷ് നാരായൺ തേക്കാൻ മോഹൻലാൽ ഒരു കൊച്ചുകുട്ടിയൊന്നുമല്ല. 19 വർഷമായിട്ട് സിനിമാ ഫീൽഡിൽ നിൽക്കുകയും അത്രയും പരിചയസമ്പന്നനായ അതുല്യ നടനാണ് മോഹൻലാൽ. ആദ്യം സുരേഷ് ഗോപിയാണ് ഈ സിനിമയിൽ യഥാർത്ഥത്തിൽ കാസ്റ്റ് ചെയ്തിരുന്നത്. പിന്നീടാണ് മോഹൻലാൽ ഈ സിനിമയിലോട്ട് വരുന്നത്. മോഹൻലാൽ ഈ സിനിമയിൽ മോഹൻലാൽ ചുമ്മാതല്ല, മോഹൻലാൽ കഥ കേട്ട് മോഹൻലാൽ ഇന്റർവ്യൂ വളരെ വ്യക്തമായിട്ടുണ്ട്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട് ക്യാരക്ടറായിട്ടാണ് മോഹൻലാൽ. നമ്മള് 26 കൊല്ലം മുമ്പുള്ള നരസിംഹത്തിനകത്തെ നമ്മുടെ ഇന്ദുചൂടനെയോ അല്ലെങ്കിൽ 2020 കഥാപാത്രം ഒന്നും കിട്ടുമെന്ന് പ്രതീക്ഷയല്ല. അദ്ദേഹം ആ ക്യാരക്ടറായിട്ട്, ആ കേണൽ എന്ന് പറയുന്ന ക്യാരക്ടർ സൂപ്പറായിട്ട് ചെയ്യാൻ അദ്ദേഹം അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. ശരിക്കും മരിച്ചു എന്ന് പറയുമ്പോൾ ആ സിനിമയിലെ ടോട്ടാലിറ്റി ഒന്നും അത് ബാധിക്കുന്നൊന്നുമില്ല. ഫഹദ് ആയാലും മമ്മൂട്ടി ആയാലും, മമ്മൂട്ടി നായകനാണ്, നായകന്റെ ആയിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങളുണ്ട്. കുഞ്ചാക്കോന്റെ ഉള്ള സ്പേസ് എന്ത് ഗംഭീര ആർട്ടിസ്റ്റാണ് രേവതി. 4-5 സീനേ ഉള്ളെങ്കിലും ഒരു കേന്ദ്രമന്ത്രിയുടെ എഫക്ട് കൊണ്ടുവരാൻ ആ സ്ത്രീക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ക്യാരക്ടർ ആയതുകൊണ്ട് മാത്രമാണ്. ഇന്ദ്രൻസ് 1-2 സീനേ ഉള്ളെങ്കിൽ പോലും ഇന്ദ്രൻസിന്റെ ആ ഒരു ദേശീയ അവാർഡ് കിട്ടിയ നടനാണ്. കൃത്യമായി ആ ക്യാരക്ടർ ഇന്ദ്രൻസിനെ കൊണ്ട് 2 സീനാണെങ്കിൽ നമുക്ക് ബോധ്യപ്പെടുത്തി തന്ന ഒരു ക്യാരക്ടറാണ്. അന്നേരം എല്ലാവരുടെയും റോളുകൾ ഗംഭീരമായിട്ട് ചെയ്തു. ഇതൊരിക്കലും ഒരു മോശം സിനിമയല്ല. ചിലർക്ക് ഇതിന് ആവറേജ് ആയിട്ട് തോന്നിയേക്കാം. ചിലവർക്ക് ഭയങ്കര എലിവേഷൻ സീൻസ് ഭയങ്കര കൈയടിച്ച് നമ്മൾ 2020 നരസിംഹം കാണുന്ന പോലെ ഒരു സിനിമയല്ല. അത് 100% ഉറപ്പാണ്. കണ്ടന്റ് ഡ്രിവൺ സിനിമയാണ്. ഒരു കണ്ടന്റിനെ എങ്ങനെയൊക്കെ ആക്കി എടുക്കുന്ന അത് മഹേഷ് നാരായണന്റെ രീതിയിൽ നമ്മളൊരു ജോഷിയുടെയോ ഷാജി കൈലാസിന്റെയോ വൈശാഖിന്റെയോ ചിത്രങ്ങൾ പോയി കാണുന്ന പോലെ അല്ലല്ലോ നമ്മൾ മഹേഷ് നാരായണന്റെ ടേക്ക് ഓഫോ സി.യു. സോണോ ഒന്നും കാണുന്നത്. നമ്മൾ കാണുന്ന ആ ഒരു രീതിയിലാണ് പുള്ളി എടുക്കുന്നത്. അല്ലാതെ ലാസ്റ്റ് കുറെ ബോംബ് ബ്ലാസ്റ്റ് ചെയ്യുമ്പോൾ മമ്മൂട്ടി മോഹൻലാലോട് കൈ പിടിച്ച് തിരിച്ചു വരുന്നു, കൈ കോർത്ത് തിരിച്ചു വരുന്നു, അല്ലെങ്കിൽ ഇവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വില്ലന്മാരെല്ലാം അടിച്ചു പറത്തുന്നു. അങ്ങനെയുള്ള ക്ലീശ സംഭവങ്ങളൊന്നുമില്ല. യഥാർത്ഥത്തിൽ ഒരു നല്ല ഗംഭീര കണ്ടന്റ് ഹോളിവുഡ് രീതിയിൽ, ടെക്നിക്കലി സൂപ്പർ ഹോളിവുഡ് രീതിയിൽ മേക്ക് ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ ചില കുറവുകളൊക്കെ വന്നേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഇതൊരിക്കലും ഒരു മോശം സിനിമയല്ല. മോഹൻലാലിനെ മോശമാക്കി പറയുമ്പോൾ നിങ്ങളറിയിക്കുക, 50 വർഷമായിട്ട് നടൻ വെറും പൊട്ടനൊന്നുമല്ല ഇതിന് ഡേറ്റ് കൊടുക്കാനൊന്നും. അദ്ദേഹം മമ്മൂട്ടി മോഹൻലാലും മമ്മൂട്ടി കഴിഞ്ഞ ദിവസം ഇന്റർവ്യൂ പറഞ്ഞ പോലെ ഇനി അവരൊന്നിക്കും. ചിലപ്പോൾ അതൊരു മാസ് മസാല പടമായിരിക്കാം. പക്ഷെ ഏതാണോ സിനിമയ്ക്ക് ആവശ്യം അതിനനുസരിച്ച് അവർ ക്യാരക്ടേഴ്സ് ആയിട്ട് മാറി. മമ്മൂട്ടി ഡാനിയലായിട്ടും മോഹൻലാൽ കേണലിന്റെ ക്യാരക്ടറായിട്ടും മാത്രമല്ല അത് ഗംഭീരമായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ എല്ലാവരുമായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട്. സിനിമ കാണേണ്ടതും നമ്മുടെ ഇഷ്ടമാണ് സിനിമ കാണേണ്ടത്. പക്ഷെ നമ്മൾ മോശമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് നമ്മൾ ചിലപ്പോൾ OTT വന്നു കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു വർഷം ഗംഭീര സിനിമയായിരുന്നു അങ്ങനെ വാഴ്ത്തപ്പെടുന്ന ഒരു സിനിമയായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഉറപ്പായിട്ടും പേട്രിയോട്ട് നല്ല ഗംഭീര സിനിമയെന്ന് എനിക്ക് ഫീൽ ചെയ്തു. അതേ അഭിപ്രായമായിരിക്കത്തില്ല എല്ലാവർക്കും. എന്തായാലും ഈ പറഞ്ഞ പോലെ കാണാൻ ആഗ്രഹിക്കുന്ന നല്ല തിയേറ്ററുകളിൽ പോയി കണ്ടു നോക്കുക, എന്നിട്ട് അഭിപ്രായം പറയുക.